നമസ്കാരം, എല്ലാവർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു എക്സൽ ബേസ്ഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് വേറെ ഒരു എക്സൽ ഷോർട്സുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഒരു എക്സൽ ഷീറ്റ് കണ്ടല്ലോ, ഇത് ഞാൻ എക്സലിൽ ഉണ്ടാക്കിയ ഒരു ഏജ് കാൽക്കുലേറ്റർ ആണ്. അതായത് നിങ്ങൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന സ്ഥലത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വയസ്സ്, എത്ര ദിവസമായി നമ്മൾ ജീവിക്കുന്നു, എത്ര മണിക്കൂറുകളായി, എത്ര മിനിറ്റ് ആയി, എത്ര സെക്കൻഡ്സ് ആയി എന്നുള്ള ഡേറ്റ ലഭിക്കും. ഇത് നമുക്ക് ഓൺലൈനിൽ തന്നെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. സോ അതേ സെയിം ഇത് ഞാൻ വന്നിട്ട് ഒരു എക്സലിൽ ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഇടുകയാണ്. എൻ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 35 വയസ്സ് 5 മാസം 2 ദിവസമായി പ്രായം എന്നുള്ള ഡീറ്റെയിൽസ് വരും. 12,939 ദിവസമായി, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്, മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ എന്നിവ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, എന്തായാലും ഒരു ബ്ലാങ്ക് പേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഫോർമുല എക്സ്പ്ലനേഷൻ ചെയ്യാം. എക്സ്പ്ലനേഷൻ ചെയ്താൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണ് വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ ദിവസം മൈനസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഇന്ന് ഏതാണോ ഡേറ്റ് അത് വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്ത് വയസ്സ് കണ്ടുപിടിക്കുക. സോ നമുക്ക് ഇന്നത്തെ ദിവസം, ടുഡേ, ഇന്നത്തെ ദിവസം നമ്മൾ ഇടുക. അതിനുശേഷം നമ്മൾ ഏജ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ നമുക്ക് ആദ്യം വേണ്ടത് എത്ര വയസ്സായി, ഇയേഴ്സ്, ഏജിൽ ഇയേഴ്സ്, എത്ര വയസ്സ്, എത്ര മാസം, എത്ര ദിവസം പ്രായം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വിചാരിക്കുക. 14/4/1985. സോ ടുഡേ എന്ന് പറഞ്ഞ ഇന്നത്തെ ഡേറ്റ് ആണ്. നമുക്ക് എല്ലാ ദിവസവും മാറ്റാൻ കഴിയില്ല. സോ അതിനായിട്ട് എക്സൽ ഒരു ഫോർമുല ഉണ്ട്. ടുഡേ എന്നിട്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ ഇന്നത്തെ ദിവസം കാണിക്കും, 9/9/2024. അതിനുശേഷം ഏജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനായിട്ട് ഈക്വൽ, ഫസ്റ്റ് നമുക്ക് വയസ്സ്, ഇയേഴ്സ്, എത്ര വർഷമായി ജീവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈക്വൽ ടു എന്നിട്ട് നമ്മുടെ ഫോർമുല ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇയേഴ്സിനായിട്ട് നമ്മൾ ഫോർമുല യൂസ് ചെയ്യുന്നത് ഡേറ്റഡ് ഇഫ് എന്ന് പറയുന്ന ഫോർമുലയാണ്. ഡേറ്റഡ് ഇഫ് നമ്മൾ ഡയറക്റ്റ് എക്സൽ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഫോർമുല ഇല്ലാത്തമാതിരി കാണിക്കും. പക്ഷെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ആ ഫോർമുല വർക്ക് ആവുന്നതാണ്. സോ ഇയേഴ്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഈക്വൽ ടു എന്ന് കൊടുക്കുക, ഡേറ്റഡ് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ ഏജ് കണ്ടുപിടിക്കാൻ ആദ്യം വേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു കോമ കൊടുത്തത് കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ദിവസമായിട്ടാണ്. സോ ടുഡേ എന്ന് പറയുന്ന കോളത്തിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ടൊരു കോമ കൊടുക്കുക. എന്നിട്ടൊരു ഇൻവേർട്ടഡ് ഒരു കോമ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ എന്താണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്? വൈ എന്ന് പറഞ്ഞാൽ അത് വർഷം എന്നാണ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ 39 വയസ്സായി എന്ന് കാണിക്കും. ഇനി 39 വയസ്സിന് ശേഷം എത്ര മാസം ആയി എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം ഫോർമുല തന്നെയാണ്. ഡേറ്റഡ് ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം കോമ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇന്നത്തെ ദിവസം, വീണ്ടും ഒരു കോമ കൊടുത്ത് ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്യുക. ആ ഇൻവേർട്ടഡ് ഇതിനുള്ളിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് വർഷത്തിന് ശേഷം എത്ര മാസമാണെന്നാണ് അറിയേണ്ടത്. അതായത് ഡയറക്റ്റ് എം എന്ന് കൊടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ വൈ എന്ന് ആദ്യം കൊടുക്കുക, അതിനുശേഷം എം എന്ന് കൊടുക്കുക. അതായത് ആ വർഷത്തിന് ശേഷം എത്ര മാസമായി എന്നാണ് നമുക്ക് അറിയേണ്ടത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്താൽ 4 മാസമായി എന്ന് കാണിക്കും. വീണ്ടും ഇതേ ഫോർമുല ഡേയ്സിൽ കൊടുക്കുക. ഡേറ്റഡ് ഇഫ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്നു, കോമ, ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്യുന്നു, കോമ. ഇനി ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് മാസത്തിന് ശേഷം എത്ര ദിവസം എന്നാണ്. അതായത് MD, മന്തിന് ശേഷം എത്ര ഡേയ്സ് ആയി എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ. സോ 39 വർഷം 4 മാസം 26 ദിവസമായി നമുക്ക് ജനിച്ചിട്ട്. ഇനി ഇത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? ഈക്വൽ ടു, നമ്മളിത് ക്ലിയർ ആയിട്ട് ഡിസ്പ്ലേ വരാൻ വേണ്ടി നമ്മൾ ആദ്യം 39 എന്ന് സെലക്ട് ചെയ്യുക, 39ന്റെ ഭാഗം സെലക്ട് ചെയ്യുക. അത് കൺകാഡിനേഷൻ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക, 3 വാല്യൂ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. സോ C10 ആ ഒരു വാല്യൂ 39 സെലക്ട് ചെയ്യുന്നു, ആൻഡ് കൊടുക്കുക. ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ സ്പേസ് ഇട്ടിട്ട് ഇയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, വീണ്ടും ആൻഡ് കൊടുക്കുക. നമ്മൾ മാസം സെലക്ട് ചെയ്യുന്നു, വീണ്ടും ആൻഡ്, പിന്നെ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ നമ്മൾ മന്ത്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, വീണ്ടും ആൻഡ്, ഡേ സെലക്ട് ചെയ്യുന്നു, ആൻഡ് ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ ഡേയ്സ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഞാനിത് ഓൾറെഡി ഈ കൺകാഡിനേഷൻ ചെയ്യാനുള്ള വീഡിയോ നമ്മുടെ അതിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റർ കൊടുത്താൽ 39 വയസ്സ് 4 മാസം 26 ദിവസം എന്ന ഡിസ്പ്ലേയിൽ വരും. ഓക്കെ, ഇനി
ഈ ഒരു ഫോർമുല നമ്മളിപ്പോൾ ഇത് സെക്ഷൻ ആയിട്ടാണ് ചെയ്തത്. നമ്മളൊരു കാൽക്കുലേറ്റർ റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോളത്തിൽ ഈ ഫോർമുല മൊത്തത്തിൽ കൊടുക്കണം. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ താഴെ തന്നെ നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈക്വൽ ഡേറ്റഡ് ഇഫ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ അവിടെ കൊടുത്തത് എങ്ങനെയാണ്? എല്ലാം കൂടി ഒരുമിച്ചല്ലേ കൊടുത്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വേറെ വേറെ സെപ്പറേറ്റ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ എല്ലാ ഫോർമുല കൂടി ഒരുമിച്ച് കൊടുക്കാൻ പോകണം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഡേറ്റഡ് ഇഫ് എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത്, കോമ. പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു എവിടെ സെക്ഷനിൽ ഇല്ല, നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഇന്നത്തെ ദിവസം കൊടുക്കുക. ടുഡേ എന്ന് കൊടുത്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇന്നത്തെ ദിവസം വന്നു. വീണ്ടും ഒരു കോമ കൊടുക്കുക, ഇൻവെർട്ടറിനുള്ളിൽ വൈ എന്ന് കൊടുക്കുക. നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അവിടെ അങ്ങനെയാണ് കൊടുത്തത്. ഇവിടെ ഇയേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ വൈ മാത്രമേ കൊടുത്തുള്ളൂ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ വന്നു. ഇനി നമ്മൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പേസ് വിട്ട് ആൻഡ് എന്ന് കൊടുത്ത് ഇൻവെർട്ടർ കോമയ്ക്കുള്ളിൽ ഇയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ ആദ്യത്തെ ഇയർ വന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ കൺകാറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഇയേഴ്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത സെക്ഷനും ഇവിടെ തന്നെ നമ്മൾ കൊടുത്തു. എന്നിട്ട് വീണ്ടും ആൻഡ് എന്ന് കൊടുക്കുന്നു. കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സെക്ഷൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത ഫോർമുല ഞാൻ അങ്ങനെ കോപ്പി ചെയ്യുകയാണ്, കാരണം വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യണ്ടല്ലോ. കോപ്പി ചെയ്തിട്ട് ഈ ആൻഡിന് ശേഷം നമ്മൾ സ്പേസ് വിട്ടതിന് ശേഷം വീണ്ടും കൊടുക്കുന്നു. ഓക്കെ, കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എല്ലാം സെലക്ട് ചെയ്ത ഭാഗത്ത് ഈ വൈന് ശേഷം നമ്മൾ രണ്ടാമത് കൊടുത്ത് ഇയറിന് ശേഷമുള്ള മാസമാണ്. സോ വൈ എം എന്നാണ്. ഈ ഇയേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷന് പകരം നമ്മൾ എന്ത് കൊടുത്തു? മന്ത്സ് എന്ന് കൊടുത്തു. ആ ഒരു ഇതില് വീണ്ടും നമ്മൾ ആൻഡ് കൊടുക്കുന്നു. വീണ്ടും അതേ ഫോർമുല പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ മാസത്തിന് ശേഷമുള്ള ദിവസത്തിന് വേണ്ടി എം ഡി എന്നാണ് കൊടുത്തത്. അത് കൊടുത്തിട്ട് നമ്മൾ ഇയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ ഡേയ്സ് എന്ന് ആക്കുന്നു. ഇപ്പോൾ ഫോർമുല കംപ്ലീറ്റ് ആയി നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരേ ഫോർമുലയിൽ 39 വർഷം 4 മാസം 26 ദിവസം എന്ന ഡിസ്പ്ലേയിൽ വരും. ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഏജ് കാൽക്കുലേറ്ററിന്റെ ബേസിക് ഫോർമുല ചെയ്തത്. സോ ഓക്കെ, ഇത് ഈ സൈഡിൽ തന്നെ ഇരിക്കട്ടെ. നമുക്കിനി ഇവിടെ നമുക്ക് ഈ കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഞാൻ എക്സലിലുള്ള കോമൺ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കളർ ചെയ്യുമല്ലോ, ആ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തതിന് എടുക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ഒരു സെക്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ഏതിനുള്ളതാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കളർ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഞാൻ അവിടെ കൊടുത്തിരുന്ന കളർ കൊടുത്തു. ഇനി ഒരു സെക്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് അതിനെ മെർജ് ചെയ്യുക. മെർജ് ചെയ്താൽ ആ ഒരു ഇതെല്ലാം ചെയ്ത് ഒരു കോളം ആവും. അതിനുശേഷം അതിനുള്ളിൽ ഞാനൊരു കളർ കൊടുക്കുകയാണ്. ജസ്റ്റ് ഏജ് കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഈ ഒരു സെക്ഷൻ ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ഡിസൈൻ ഞാനൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അത് എന്തായാലും ഏജ് കാൽക്കുലേറ്റർ എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള സെക്ഷനാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ചെറിയ സെലക്ഷൻ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അതിനെ മെർജ് ചെയ്യുന്നു. മെർജ് ചെയ്തിട്ട് അതിനൊരു സെപ്പറേറ്റ് വേറൊരു കളർ കൊടുക്കുന്നു. തൽക്കാലം ഒരു കളർ കൊടുത്തിട്ട് അതിനുള്ളിൽ DOB ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൽ ബേസിക് ആയിട്ട് ആ കളർ സെലക്ഷനും ഒക്കെ എവിടെ നിന്നാണ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ അവസാനം കാണിച്ചു തരാം. അതിനുശേഷം വീണ്ടും ഇതുപോലുള്ള ഒരു കോളം നമ്മൾ വീണ്ടും താഴെ ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്ത കോളത്തിനുള്ളിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഏജ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് മൊത്തത്തിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാം സെന്ററിൽ വരണം. അതിനുശേഷം ഈ ഒരു അപ്പറേറ്റ് എന്ന മിഡിൽ പോർഷനിൽ മിഡിൽ അലൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുന്നു. സോ എല്ലാം മിഡിൽ അലൈൻ ആയി. അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ട് ഇതിന്റെ കളർ മാറ്റുന്നു. സോ മെർജ് ആൻഡ് സെന്റർ കൊടുക്കുന്നു. ഈ കളർ കൊടുത്ത ഭാഗത്ത് നമ്മൾ വൈറ്റ് ആക്കുന്നു. അതുപോലെ ഈ താഴത്തുള്ള സെക്ഷനിൽ നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെയും വീണ്ടും നമ്മൾ മെർജ് കൊടുക്കുന്നു, വൈറ്റ് ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ വൈറ്റ് ആക്കിയ ഭാഗം വേറിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇതിന് ബോർഡർ കൊടുക്കുകയാണ്. സോ ഇതിനും ബോർഡർ കൊടുക്കുന്നു, ഇതിനും ബോർഡർ കൊടുക്കുന്നു. ഈ ഏജ് കാൽക്കുലേറ്റർ എന്നിട്ടതിനും ബോർഡർ കൊടുക്കുന്നു. എല്ലാത്തിനും നമ്മൾ തിക്ക് ബോർഡർ സെലക്ട് ചെയ്ത് ഈ ബോർഡർ ഭാഗത്ത് നിന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഏജ് സെലക്ട് ചെയ്യുന്ന സെക്ഷനായി, ഇവിടെ ഡേറ്റ് ഓഫ് ഏജ് കാണിക്കേണ്ട സെക്ഷനായി. ഓക്കെ, ഒന്ന് വലുതാക്കുകയാണ് ഞാൻ ഇതിനെ. ഓക്കെ, ഇനി നമ്മൾ ഫോർമുല എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണോ കോമൺ ആയിട്ട് ഫുൾ ആയിട്ട് എൻ്റർ ചെയ്ത ഫോർമുല ഉണ്ടല്ലോ, ഇതേ ഫോർമുല തന്നെയാണ് വേണ്ടത്. ആ ഫോർമുലയിൽ നിങ്ങൾ ഈ C4 എന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഫോർമുല മൊത്തത്തിൽ കോപ്പി ചെയ്യുകയാണ്. മൊത്തം കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ C4 എന്നുള്ള ഭാഗത്ത് നമ്മൾ മാറ്റണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോളത്തിന്റെ പേര് എന്താണ്? ഈ ഒരു കോളം വന്നിട്ട് നമുക്ക് എന്താണെന്ന് ഇവിടെ മുകളിൽ കാണിക്കും. ക്ലിക്ക് ചെയ്താൽ ആ കോളം H9 ആണ്. നമ്മൾ ഈ ഒരു ഫോർമുല സെലക്ട് ചെയ്തിട്ട് ഈ C4 എന്ന ഭാഗം എല്ലാ ഭാഗത്തും എഡിറ്റ് ചെയ്തിട്ട് H9 എന്ന് കൊടുക്കുക. അത് കോപ്പി ചെയ്യാം. ഈക്വൽ
ഈ ഒരു C4 എന്നുള്ള ഭാഗത്തും H9 ആക്കുക. ഈ ഒരു C4 എന്നുള്ള ഭാഗത്തും H9 ആക്കി പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. 14/4/2015 എന്ന് എൻ്റർ ചെയ്യുന്നു. വയസ്സ് ഓട്ടോമാറ്റിക്കലി ഇവിടെ താഴെ മാറി. ഇവിടെ നമ്മൾ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് എൻ്റർ ചെയ്യുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് ഏജ് കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇത് ബേസിക് ഡിസൈൻ ആണ്. അതിനുശേഷം ഇനി നമുക്ക് ഹവേഴ്സ്, ഇവിടെ നമ്മൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന്റെ സൈഡിൽ നമ്മൾ എത്ര ദിവസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്സ് കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചെയ്യാതെ നോക്കാം. സോ ഹവേഴ്സ് ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊരു സൈഡ് ചുമ്മാ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത് മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇത് ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഡേയ്സ് എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തേല് ബ്ലാങ്ക്, മൂന്നാമത്തേല് മണിക്കൂർ, മിനിറ്റ്സ്, സെക്കൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ മുന്നേ, ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, മിഡിൽ അലൈൻ ചെയ്യുക. ഓക്കെ, സോ ഡേയ്സിന്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. ആദ്യം ഡേയ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾക്ക് ഞാൻ മുന്നേ പറഞ്ഞല്ലോ എങ്ങനെയാണ് ദിവസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ നിന്നും നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് മൈനസ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് വരുന്നത്. ഓക്കെ, സോ അതിനെങ്ങനെയാണ് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മുടെ ഫോർമുല എന്ന് നോക്കാം. ഈക്വൽ ടു എന്ന് കൊടുക്കുക. എന്നിട്ട് ടുഡേ, നമ്മൾ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം മൈനസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. സോ ഞാൻ ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് മൈനസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുക്കുക. സോ നമുക്ക് ഇവിടെ ഡേയ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ വരും. ഇനി ചിലർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ഫോർമാറ്റിലായിരിക്കും വരിക. അതായത് എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഫോർമാറ്റ് ജസ്റ്റ് ഇതിനു വേണ്ടി മാറ്റിയാണ്. ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും ചിലപ്പോൾ വരിക. ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. അവിടെ ഈ കാറ്റഗറി എന്ന ഭാഗത്ത് നിങ്ങൾ നമ്പർ എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യുക. ഡെസിമൽസ് എന്ന് പറയുന്നത് 0 ആക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇത് വരും. ഇനി ഇവിടുന്ന് നിങ്ങൾ ഇതെല്ലാം താഴത്തേക്ക് ഫോർമാറ്റ് ചെയ്യുക. ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് പെയിൻ്റർ എന്ന് കൊടുക്കുക. ഹവേഴ്സ് ഫോർമാറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മിനിറ്റ്സ് ഫോർമാറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ്സ് ഫോർമാറ്റ് ചെയ്യുക. ഇനി ചെയ്തല്ലോ. ഇപ്പോൾ ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് ഹവേഴ്സ് കിട്ടുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ. അതിനായിട്ട് ഹവേഴ്സിന്റെ ഫോർമുല ഈക്വൽ ടു എന്ന് പറയുക. ഡേയ്സ് എന്ന് സെലക്ട് ചെയ്യുക. ഇൻടു 24. സോ ഞാനിവിടെ ഇൻടു കൊടുക്കുന്നു. ഇൻടു 24 മണിക്കൂർ. ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ്. എൻ്റർ ചെയ്യുക. നമുക്ക് മണിക്കൂറുകൾ കിട്ടി. അടുത്തത് മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. സോ ഈ മൊത്തം ഹവേഴ്സിന് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മിനിറ്റ് കിട്ടും. ഈക്വൽ ഹവേഴ്സ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഇൻടു 60 മിനിറ്റ്, മിനിറ്റുകൾ കിട്ടി. സെക്കൻഡ്സിന് ഈക്വൽ മിനിറ്റ് ഇൻടു 60 നിടുമ്പോൾ എന്തായി നമ്മുടെ സെക്കൻഡ്സ് കിട്ടി. സോ ഇനി നമ്മളിപ്പോൾ ഉദാഹരണത്തിന് 12/10/1955 ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വയസ്സ്, ദിവസം, മണിക്കൂർ എല്ലാ കാര്യങ്ങളും ഇവിടെ ചേഞ്ച് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഏജ് കാൽക്കുലേറ്റർ നമ്മൾ അവിടെ ഉണ്ടാക്കിയത്. ഇനി ഇതിന് ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് കളർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഈ സെക്ഷനിലുള്ള ഫോണ്ടുകൾ മാറ്റിയിട്ടുണ്ട്. ഫോണ്ടുകൾ മാറ്റുന്നത് ഏകദേശം എക്സൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ഫോണ്ടിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് ഇത് മാറ്റാം. അതിനുശേഷം ഈക്വൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഫോർമുലയാണ്, സെക്ഷനാണ്. ഇവിടെ നമ്മൾ ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഷേപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഏജ് കാൽക്കുലേറ്റർ എക്സലിൽ ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാം ദയവായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, എന്തായാലും നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.